എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു വെജിറ്റബിൾ കറിയാണ്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ എടുക്കാം. പാൻ നന്നായി ചൂടാവുമ്പോൾ അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും 2 സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ചെറുതായി കൊത്തി എരിഞ്ഞ് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിൽ വെക്കുന്നതിന് കുഴപ്പമില്ല. ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഞാനിവിടെ രണ്ടും 1/2 ടേബിൾ സ്പൂൺ വീതം സെപ്പറേറ്റ് ആയിട്ടാണ് ചേർക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ചേർത്ത് കൊടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും നല്ലതുപോലെ ആ ഒരു റോസ് സ്മെല്ല് മാറിക്കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഇതൊരു പാകത്തിനുള്ള അളവായിരിക്കും. കുറച്ച് കറിവേപ്പില കൂടി ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു പകുതി കഷ്ണം ക്യാപ്സിക്കം ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ ഒരു കറിക്ക് ഒരു ഫ്ലേവർ കിട്ടുന്നത് ക്യാപ്സിക്കത്തിൽ നിന്നാണ്. അപ്പോൾ ഒരു പകുതി കഷ്ണം ക്യാപ്സിക്കം അല്ലെങ്കിൽ ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പല കളറിലുള്ള ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. സവാള നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് 2 തക്കാളി ഒരു മിക്സിയുടെ ജാറിൽ കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം ഒന്ന് അടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പേസ്റ്റ് ഇല്ലാത്തവർ 2 തക്കാളി മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ചേർക്കാതെ കട്ട് ചെയ്തതിന് ശേഷം അടിച്ചെടുത്തും ഇതിലേക്ക് ചേർക്കാം. തീ ഒന്ന് കുറച്ച് വെക്കണം. തക്കാളി പേസ്റ്റ് ചേർത്തതിന് ശേഷം കുറച്ച് ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. ഗ്രീൻ പീസിന് പകരം നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റോ ഏതെങ്കിലും ഒരു വെജിറ്റബിളോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊട്ടാറ്റോ ചേർക്കാം, ക്യാരറ്റ് ചേർക്കാം. അതല്ല ഗ്രീൻ പീസ് ഉള്ളവർ ഗ്രീൻ പീസ് തന്നെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കുക. ആ ഒരു തക്കാളിയുടെ പച്ച സ്മെല്ല് പോകുന്നിടം വരെ ആ ഒരു വെളിച്ചെണ്ണയിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് നേരം വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയുടെ എരിവ് അനുസരിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല എരിവുള്ള കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എരിവ് കുറവായിരിക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ ഈ ഒരു കറിയിലേക്ക് മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, പക്ഷേ ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. ഗരം മസാലപ്പൊടിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്ത പൊടികളുടെ ആ ഒരു റോസ് സ്മെല്ല് പോകുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടി ഒരു പിഞ്ച് പഞ്ചസാര അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർക്കരുത്, ഒരു 1/4 ടീസ്പൂണൊക്കെ തന്നെ മതിയാവും. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു കറി നമ്മൾ ഗ്രേവി സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം മാത്രം നല്ല തിളച്ച ചൂടുള്ള 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓരോരുത്തരുടെ അളവിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. പക്ഷെ ഒരുപാട് വെള്ളം ചേർക്കരുത്. ഏകദേശം ഈ ഒരു ഗ്രേവി ഒന്ന് മൂടിക്കിടക്കാൻ പാകത്തിന് ഈ ഒരു പാകത്തിന് വെള്ളം ചേർക്കുക. അതിനുശേഷം ചെറിയ തീയിൽ വെച്ച് മാത്രം കുക്ക് ചെയ്തിട്ടെടുക്കുക. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്, ചൂടുള്ള വെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരിക്കലും കുക്ക് ചെയ്യരുത്. പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിപ്പോവുകയും ചെയ്യും. ആ ഒരു പീസൊന്നും വെന്ത് കിട്ടത്തുമില്ല. പീസ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളത് ഫ്രോസൺ പീസാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തേങ്ങാപ്പാൽ ചേർക്കുന്നത്.
തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കൊന്നും വേണ്ട. 1-ാം പാൽ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഒരു 2-3 മിനിറ്റ് കൂടി നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ചൂടോടുകൂടി ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നമുക്ക് ഈ ഒരു കറി സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്, വളരെ ഈസിയാണ്. ഒരുപാട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്യാപ്സിക്കവും ഗ്രീൻ പീസും ഒക്കെ ഓപ്ഷണലാണ്. ഇതൊന്നും ഇല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഉണ്ടെങ്കിലും ഇതിനൊക്കെ പകരമായിട്ട് ഇട്ടിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഈസി കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്